CPM അതിൻ്റെ തെറ്റുതിരുത്തൽ നടപടിയുടെ ആദ്യഘട്ടം പിന്നിട്ട് കഴിഞ്ഞു. അത് കൃത്യമായി തന്നെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തു. വെള്ളാപ്പള്ളിയെ തോളിലേറ്റി നടന്നത്, വെള്ളാപ്പള്ളിയെ വിമർശിക്കാത്തത്, അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം പാളിപ്പോയി, ഇതെല്ലാം പ്രശ്നങ്ങളായിരുന്നു, അതൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്നൊക്കെ പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം പൊതുജനങ്ങൾക്ക്, അതായത് പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് വാട്സപ്പ് സന്ദേശങ്ങളായും അതുപോലെ തന്നെ ഇമെയിലുകളായും നിർദ്ദേശങ്ങൾ അയക്കാനുള്ള ഒരവസരവും പാർട്ടി ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ പാർട്ടി പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തും, കാലാനുസൃതമായ മാറ്റമുണ്ടാകും എന്ന് ഞാനും എൻ്റെ പ്രേക്ഷകരുമൊക്കെ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയ്ക്ക് വകയുമുണ്ട്. പക്ഷേ വിമർശനാത്മകമായി ഈ കാര്യത്തെ ഒന്ന് സമീപിച്ച ശേഷം മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് എത്ര പേർ മുഴുവൻ കേൾക്കുമെന്നൊന്നും എനിക്ക് നിശ്ചയമൊന്നുമില്ല. എങ്കിലും പറയേണ്ടത് പറയണമല്ലോ, എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി, ആത്മസംതൃപ്തിക്ക് വേണ്ടിയെങ്കിലും. പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബ്രാഞ്ച് തലം മുതലുള്ള ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നത് വലിയ സംശയത്തോടു കൂടി നോക്കിക്കാണുന്ന ഒന്നാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ബ്രാഞ്ച് തലം മുതൽ നടന്ന അവലോകന യോഗങ്ങളിൽ ഉയർന്നു കേട്ട പല കാര്യങ്ങളും പാർട്ടി ഇന്നലെ ക്രോഡീകരിച്ച് വിശദീകരിക്കുകയും ചെയ്തു. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടി നേതൃത്വം തിരുത്തലുകൾക്ക് വിധേയമാക്കുമെന്ന് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഈ അഭിപ്രായ സ്വരൂപീകരണം നടക്കുന്നത്. അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. എന്നാൽ പ്രധാനമായും പാർട്ടി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പാർട്ടിയെ ഈ ഉപദേശിച്ച് വഷളാക്കുന്ന കുറേ ആളുകൾ പാർട്ടിക്കൊപ്പം കൂടിയിട്ടുണ്ട്. സഹയാത്രികരെന്ന ലേബലിൽ, അല്ലെങ്കിൽ അണികൾ എന്ന ലേബലിൽ, അല്ലെങ്കിൽ ബൗദ്ധിക സാമർഥ്യമുണ്ട് എന്ന വ്യാജേന കുറേ ആളുകൾ, പ്രശസ്തരും അപ്രശസ്തരും ഒക്കെ തന്നെ പാർട്ടിക്കൊപ്പം കൂടിയിട്ടുണ്ട്. സാംസ്കാരിക പ്രമുഖരുണ്ട്, കവികളുണ്ട്, എഴുത്തുകാരുണ്ട്, പ്രഭാഷകരുണ്ട്, അതുപോലെ ബിസിനസ്സുകാരുണ്ട്, വലിയ സമ്പന്നന്മാരുണ്ട്. ഇവരൊക്കെ പാർട്ടി നേതാക്കൾക്ക് ഒപ്പം കൂടിയിട്ടുണ്ട്, പാർട്ടിയെ നയിക്കാനും പാർട്ടിയെ നേർവഴിക്ക് കൊണ്ടെത്തിക്കാനും ഒക്കെ എന്നാണ് ഇവരുടെയൊക്കെ വാദം. ഇമാതിരിയുള്ള ആളുകളുടെയൊക്കെ അഭിപ്രായം കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് പല കുറി സർക്കാരും അതുപോലെ തന്നെ പാർട്ടിയും സ്വീകരിച്ചിരുന്നു എന്നത് നമ്മൾ ഓർത്തു വയ്ക്കണം. ഇവരൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടാണ് പല കാര്യങ്ങളിലേക്കും സംസ്ഥാന സർക്കാർ, കഴിഞ്ഞ സർക്കാർ, ഇടതുമുന്നണി സർക്കാർ എടുത്തു ചാടിയതെന്നത് പോലും പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇമാതിരിയുള്ള ആളുകൾ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന ഒരു അപേക്ഷയുണ്ട്. അതാണ് എൻ്റെ വിമർശനാത്മകമായ സമീപനം. മറ്റൊന്ന്, ഇപ്പോൾ CJP എന്ന ഒരു പാർട്ടി വലിയ ചർച്ചകൾക്ക് വഴിവെച്ച കാര്യമാണ്. ചിലയിടങ്ങളിൽ ചില ആളുകൾ ഇത് എഴുതി കാണുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് 1-2 വീഡിയോകളിൽ, CJP വരുന്നതിന് മുമ്പ് തന്നെ ചില വീഡിയോകളിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന, എന്നോട് രാഷ്ട്രീയം സംസാരിക്കുന്ന വ്യക്തികളോട് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പൊങ്ങച്ചത്തിലല്ല ഈ കാര്യം പറയുന്നത്. CJP എങ്ങനെ രൂപീകൃതമായി? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രാജ്യത്തെ യുവാക്കളെ കോക്രോച്ച്, പാറ്റയോടും കീടനാശിനികൾക്ക് കീടങ്ങളോടുമൊക്കെ ഉപമിച്ചപ്പോൾ അതിൽ പ്രതിഷേധിച്ചാണ് CJP, കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു കൂട്ടായ്മ രൂപപ്പെട്ട് വരുന്നത്. ആ രൂപപ്പെട്ടു വന്ന കൂട്ടായ്മയ്ക്ക് മാധ്യമങ്ങൾ ധാരാളം പ്രാധാന്യം നൽകുകയും ചെയ്തു. അവരുടെ ഫ്രണ്ട് പേജ് തന്നെ ഒഴിച്ചു വച്ചു. ദൃശ്യമാധ്യമങ്ങളിൽ, നാഷണൽ മീഡിയ ആകട്ടെ പ്രാദേശിക ചാനലുകളും ഹെഡ്ലൈനുകളിൽ തന്നെ വാർത്തകൾക്ക് ഇടം നൽകുകയും ചെയ്തു. എന്നാൽ ഇതേ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയിലും അതുപോലെ തന്നെ മറ്റ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലുമൊക്കെ സമരം നടത്തിയ SFIയും അതുപോലെ തന്നെ NSUവും AISFും ഒക്കെ മാധ്യമ വാർത്തകളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്തു. ഏകദേശം 700ഓളം SFI പ്രവർത്തകരാണ് ഇതേ വിഷയത്തിൽ, നീറ്റ് CBSE വിഷയങ്ങളിലൊക്കെ സമരം നടത്തി പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, എന്തുകൊണ്ട് കാലിക പ്രസക്തമായ വിഷയങ്ങൾ പ്രധാന പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുത്തിട്ടും മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാതെ പോകുന്നു? അപ്പോൾ പുതിയ നയതന്ത്രം അവരും വിനിയോഗിക്കണം. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ കൂടുതൽ ആളുകളെ അവരുടെ ഭാഗത്തേക്ക് ചേർത്ത് വയ്ക്കാൻ ഈ സംഘടനകൾ ശ്രമിക്കണം എന്നത് വലിയ കാര്യമാണ്. നിലവിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ഇന്ത്യൻ യുവജനതയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന വലിയ ഒരു ചിന്തയും ഈ വിഷയം ഉയർത്തുന്നുണ്ട്. നിലവിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പാർട്ടി, അതുപോലെ തന്നെ CPM, തൃണമൂൽ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് രാഷ്ട്രീയ പാർട്ടി, സമാജ്വാദി പാർട്ടി, ഇവർക്കൊക്കെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ഉണ്ട്.
അപ്പോൾ ഇവരെല്ലാവരും ഏറ്റെടുത്ത ഒരു സമരം CJP ഏറ്റെടുക്കുമ്പോൾ മാധ്യമ ശ്രദ്ധ നേടുകയും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് യുവാക്കളുടെ ഒഴുക്ക് ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ ഇതൊരു വലിയ കുടസമരം, ബ്രാസമരം, അതുപോലെ നവമാധ്യമങ്ങളിലൂടെ വന്ന സമരങ്ങളുണ്ടല്ലോ, അമ്മാതിരി ഒരു സമരമായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത് കൃത്യമായി അഡ്രസ്സ് ചെയ്യണം പാർട്ടി. CPM ആണെങ്കിലും അതുപോലെ SFI ആണെങ്കിലും ഇത് കൃത്യമായി അഡ്രസ്സ് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജനോപകാരപ്രദമായ ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. അവയൊക്കെയും തന്നെ ജനങ്ങളിലെത്തുന്നുണ്ട് എന്നറിയണമെങ്കിൽ അതിന് മീഡിയ പബ്ലിസിറ്റി അത്യാവശ്യമാണ്. നിങ്ങളുടെ ഓൺലൈൻ ഹാൻഡിലുകൾ, ഇപ്പോൾ എൻ്റെ ഓൺലൈൻ ഹാൻഡിലിലൂടെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഏറിയാൽ കേൾക്കുന്നത് 1000-ഓ 2000-ഓ ആളുകളായിരിക്കും. അത് മുഴുവൻ കേൾക്കുന്നത് 100-ൽ താഴെ ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെ അല്ലാതെയുള്ള വിശ്വസ്തരെന്ന് ഞാനും നിങ്ങളുമൊക്കെ തെറ്റിദ്ധരിക്കുന്ന തരത്തിലുള്ള പ്രചരണമല്ല, അതിലുപരി ഉള്ള ഒരു പ്രചരണം ആവശ്യമായി വരുന്നുണ്ട് എന്നതിൽ തർക്കമില്ല. അല്ലെങ്കിൽ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലേക്ക് പോകും എന്നതിലും തർക്കമില്ല. പണ്ടത്തെ പോലെ അടികൊള്ളാനോ ഇടികൊള്ളാനോ ഒന്നും ആളെ കിട്ടില്ല എന്നത് വാസ്തവമാണ്. തിരുവനന്തപുരത്ത് EDക്കെതിരെ സമരം നടത്തിയ ജയിലിൽ കഴിയുന്ന പ്രതിപട്ടികയിലുള്ള ആളുകളിൽ ചിലരൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അവരെയൊക്കെ ഞാൻ പോയി കാണുകയും ചെയ്തിരുന്നു. ഇന്ന് ചില മാധ്യമങ്ങളിൽ കണ്ടത് അവർക്കൊക്കെ സുഖലോലുപത എന്നാണ് എഴുതി കാണുന്നത്. പക്ഷെ അതൊക്കെ പച്ച കള്ളമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ചൊറിയും ചിരങ്ങും സ്കിൻ ഡിസീസും ഒക്കെ പിടിച്ച് അവരവിടെ ഉണ്ട്. ചുമയും പനിയും ഒക്കെ പിടിച്ച് അവർ ഒരേ ഹാളിൽ തന്നെ കിടപ്പുണ്ട്. ഇത് മനസ്സിലാക്കാതെയാണ് ചില ആളുകൾ ഇങ്ങനെ എഴുതി വിടുന്നത്. നേരിട്ട് പോയി കണ്ട അനുഭവമുള്ളതാണ് എനിക്ക്. ഇതൊന്നും മനസ്സിലാക്കാതെ ചുമ്മാ അവരവിടെ തുറന്നു വിട്ടിരിക്കുകയാണ്, അവർക്ക് സുഖലോലുപതയാണ് എന്നൊക്കെ പറയുമ്പോൾ, അടിസ്ഥാനരഹിതമായി ഇങ്ങനെ പറയുമ്പോൾ ഈ പച്ചക്കള്ളം വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഞാനൊക്കെ പോയി നേരിട്ട് കണ്ട് അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് പറയുമ്പോഴും നേരിട്ട് കാണാതെ ചുമ്മാ ഇരുന്ന് ഭാവനാ വിലാസത്തിൽ എഴുതി വയ്ക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ കള്ളം നിങ്ങൾ പെട്ടെന്ന് വിശ്വസിക്കും, സത്യം നിങ്ങൾ വിശ്വസിക്കുകയുമില്ല. ഇവിടെ ഭാഷയല്ല പ്രശ്നം, ഇവിടെ വിശാലമായ മനസ്സിൻ്റെ പ്രശ്നമാണ്. ഇവർ ചെയ്യുന്നതൊക്കെ കള്ളമാണ് എന്ന ഒരു നറേറ്റീവ്, ഒരു സോഷ്യൽ എൻജിനീയറിംഗ് ഒക്കെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. CPM എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാർട്ടിയാണ്, അക്രമത്തിൻ്റെയും അഴിഞ്ഞാട്ടത്തിൻ്റെയും അഴിമതിയുടെയും പാർട്ടിയാണ് എന്ന ഒരു ലേബൽ മുദ്ര കുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. SFI എന്നാൽ അക്രമ രാഷ്ട്രീയത്തിൻ്റെതാണെന്ന് കേരളത്തിൽ മുദ്ര കുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ശരിക്കും അങ്ങനെ അല്ല എന്ന് SFIക്കൊപ്പം ചേർന്ന് മുദ്രാവാക്യം വിളിക്കുകയും കൊടി പിടിച്ച് നടക്കുകയും മുദ്രാവാക്യം എഴുതുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, എന്നെപ്പോലുള്ള ആളുകൾക്ക് അറിയാമെങ്കിലും പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കൾക്ക് അത് ഇഷ്ടമായി വരുന്നില്ല. അപ്പോൾ അവരെ തിരികെ കൊണ്ടുവരാനും അവരെ കൂടുതൽ ആളുകളെ ആകർഷിക്കാനും സമാനമായ സമരധാരയിലേക്കും പഠനധാരയിലേക്കുമൊക്കെ അവരെ തിരിച്ചെത്തിക്കാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടിയിരിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് CPMലാണെങ്കിലും, ഇപ്പോൾ CPMൽ തന്നെ എത്ര അണികൾ കൃത്യമായി പാർട്ടി കൂറുള്ളവരുണ്ട് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ പാർട്ടിക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന ആളുകൾ എത്രയോ പേർ പുറത്തുണ്ട്. അവരെയൊക്കെ കാണാനും കേൾക്കാനും അവരെയൊക്കെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുമൊക്കെ ശ്രമം നടന്നാൽ അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. ആ ആളുകളൊക്കെ പാർട്ടിക്കൊപ്പം നിൽക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ നിലവിലുള്ള സിസ്റ്റം, നമ്മൾ പറയുന്ന സർക്കാരിന് മാത്രമല്ല പാർട്ടി സിസ്റ്റം, അല്ലെങ്കിൽ SFIയുടെ സിസ്റ്റം, DYFIയുടെ സിസ്റ്റം ഒക്കെ ഒന്ന് പുതുക്കി പണിയണം. പുതുക്കി പണിയാൻ നേതൃമാറ്റമോ വ്യക്തിത്വമാറ്റമോ ഒന്നുമല്ല അവിടെ ആവശ്യം. ആ ഘടന മാറണമെങ്കിൽ ഒന്ന് പുതുമയുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. ഇപ്പോൾ ചാനലാണെങ്കിലും ടെലിവിഷൻ ആണെങ്കിലും ഓൺലൈൻ മീഡിയ ആണെങ്കിലും അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളാണെങ്കിലും അവർ പുതിയ വാർത്തകൾ അല്ലെങ്കിൽ നിലവിലുള്ള വാർത്ത തന്നെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് വ്യൂവർഷിപ്പൊക്കെ കൂടുന്നത്. അതുപോലെ നമ്മൾ വീഞ്ഞ് പുതിയ പാത്രത്തിൽ വിളമ്പണം എന്ന് ചുരുക്കം. വീഞ്ഞ് പുതിയ പാത്രത്തിൽ വിളമ്പണം എന്ന് ചുരുക്കം. ഇക്കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ കേൾക്കുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പോസിറ്റീവ് കമൻറ്റുകൾ എന്നെയും കൂടുതൽ ബുദ്ധിപരമായും അറിവിൻ്റെ കാര്യത്തിലുമൊക്കെ ഉണർത്തും എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയട്ടെ.